ഒരാളുടെ സഹായത്താലേ ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ? ഓപ്പറേഷൻ ചെയ്താ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. സുധി കരിക്കുമ്പോൾ ആശുപത്രി കിടക്കുക. ആദ്യം റോസ്റ്റോ എന്ത് ചെയ്താൽ അതെടുത്ത് കളഞ്ഞ് അന്ന് ആശുപത്രി കിടക്കുമ്പോഴാണ് സുധി മരിക്കുന്നത്. അവിടെ വെച്ചാകും ചോദിച്ചിട്ട് പോയി. ഇപ്പം കുഴപ്പമില്ല, ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ കൊച്ചിനെ നോക്കുക. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണുസുധീനെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ പലരും കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാനും കുറ്റം പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷേ രേണുസുധിയുടെ ഇതിൽ നമ്മൾ കുറേ നെഗറ്റീവ്സ് അവർക്കൊണ്ട് വരുമ്പോഴും അവർ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ട് അവർ ആ നെഗറ്റീവ്സിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. അറിയില്ല, സംശയം മാത്രമാണ്. ഇതിലെ ചില കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇത് ഓർമ്മ ദിവസം, കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം രേണുസുധി കല്ലറയുടെ അവിടെ നിന്നിട്ട് കരയണതാണ്. ഇതിൻ്റെ താഴെ പലരും കമൻറ്റ് ചെയ്ത് പറഞ്ഞു കള്ളക്കരച്ചിൽ കണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തോന്നിയ പോലെ അഴിഞ്ഞാടി നടക്കണ ഇരുത്തി ഇവിടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവിടെ ക്യാമറ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന ടീംസില്ലേ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കരച്ചിൽ കാണിക്കണം, ഇതിനും അലിൻ ജോസ് പെരേരയുടെ കൂടെ ഡാൻസ് കളിച്ചിരുത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും കമൻറ്റ്. പക്ഷേ അതിൻ്റെ താഴെ ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് രേണുസുധി ഉള്ളിലെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും, പുറത്ത് കളിച്ചും ചിരിച്ച് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതികളൊക്കെ ആളുകൾ പല രീതിയിലാണല്ലോ പ്രതികരിക്കാം. ഇതൊന്നും കണ്ടിട്ട് രേണുസുധീനെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ഇതൊക്കെ ഷോർട്ട് ഫിലിമാണ്. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ ഈ അവസാനത്തെ ക്ലിപ്പ് ഒന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. ഇതിൽ ഈ പയ്യന്മാര് ചോദിക്കുന്നത് കോലൈസ് കഴിക്കാൻ ഇഷ്ടമാണോ എന്നാണ്. അത് മനസ്സിലാവാൻ വേണ്ടിട്ടല്ല പാവം പെൺകുട്ടി ചിരിക്കണത്. എന്താണ് ഇത്, ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആ കുട്ടി അത്രയ്ക്കും ഒരു നിഷ്കളങ്കിയായ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചു തള്ളുന്നത്. അതിനൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? എന്താ ചെയ്യുക അല്ലേ? എന്താണ് ചെയ്യുക, എന്താണ് ചെയ്യുക? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കനിഷ്ഠ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം മേ ബി ക്യാമറമാൻ ചോദിച്ചിട്ടുള്ളത്, ചെങ്ങായി അല്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ചെങ്ങായി ചോദിച്ചിട്ടുള്ളത്. കാരണം രേണുസുധീൻ്റെ റിലേഷൻഷിപ്പുകൾ കെട്ടിയോ മരിച്ചതിന് ശേഷം ആടുത്തമർത്ത് നടക്കുന്നു, തൂങ്ങിയാസം കാണിച്ച് കിടക്കുന്നു എന്നൊക്കെയാണല്ലോ പലരുടെ ഒരു ഇത്. ഇപ്പോൾ രഹസ്യങ്ങൾ മൊത്തം അറിയാമല്ലേ ഒരു രീതിയിൽ. ചിലപ്പോൾ അയാൾ പോസിറ്റീവായിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ കാര്യം എന്താ വെച്ചാൽ ആളുകൾക്ക് കുരിഷ്ട രീതിയിലുള്ള കാര്യങ്ങൾ ആഗ്രഹ രീതിയിൽ വളച്ചൊടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാനായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. വീണ്ടും തെറിവിളി തുടങ്ങും. അപ്പോൾ ഇവിടെ അവൾ മറുപടി പറയണ രീതിയൊക്കെ കേട്ടോ. ഉണ്ട് ഉണ്ട് എന്ന് പറയാം, അതിന് ബന്ധമാണ് ഇത്. എനിക്ക് വലിയ രഹസ്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ എവിടെ പോയാലും സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം നിങ്ങളൊക്കെ കാണാറുണ്ട്. രണ്ട് രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു രഹസ്യം ഇല്ല, നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓപ്പൺ ആണെന്ന് പറയുന്നതാണ് സ്റ്റാറ്റസ്. രണ്ടാമത്തെ ആരെയല്ലേ എനിക്ക് അറിയിക്കണം ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള ആൾക്കാരാണ് സ്റ്റാറ്റസ് അല്ലേ. ഞാൻ ഇന്നോടത്തുണ്ട്, ഒരാളെങ്കിലും അറിയിക്കണം, ഒരാളെ പ്രത്യേകം. അപ്പം എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഇതാണ്. ഞാൻ ഈ സ്റ്റാറ്റസും വണ്ടി പോകുന്നിടും, ഷൂട്ട് തുടങ്ങുന്നിടും, തിരിച്ചു വരുന്നിടും, ടൈം ഇടും. എനിക്ക് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ രഹസ്യങ്ങളില്ലാത്ത ചേച്ചിയാണ് രേണു ചേച്ചി അല്ലേ. അതെ, നിമിഷ ചേച്ചി അല്ലേ. നിമിഷ ചേച്ചി കൊല്ലം സുധിയുടെ ആണ്ടിന് ഓർമ്മ ദിവസം അവിടെ വന്നിട്ട് രേണുസുധിയുടെ കൂടെയുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ചേച്ചി എന്താ ചെയ്യണം നോക്കട്ടെ.
താങ്ക്സ് കേട്ടോ വന്നതിന്. താങ്ക്സ് അല്ല, അത് ഒരു കുടുംബത്തിൽ വരുമ്പോ താങ്ക്സ് ഒന്നും ഇല്ല. താങ്ക്സ് ഇല്ല, അപ്പൊ താങ്ക്സ് ഇല്ല നിനക്ക്. ഞാൻ കൊണ്ടുപോയേ അങ്ങോട്ടേക്ക് തിരക്കല്ല. എന്താ പറയുക, എത്ര ആൾക്കാരവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കണേ അല്ലേ. ഇതാണ് സെലിബ്രിറ്റിയാണ് രേണുസുതി. ഇതൊക്കെയാണ് ഗൈസ്. ഇത് നമുക്ക് റാൻഡമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഷോർട്ട് വീഡിയോസാണ് ഗൈസ്. അപ്പോൾ രേണുസുതി അടിപൊളി പെണ്ണാണ്, ഒരു മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അതുപോലെ രേണുസുതി എന്ത് ചെയ്താലും തുപ്പിയാലും ഒക്കെ തെറി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് രേണുസുതി, അതായത് നമ്മളെപ്പോലെ തന്നെ സാധാരണ ഒരു മനുഷ്യജീവി തന്നെയാണല്ലോ രേണുസുതി. അതായതുള്ള ഇംപെർഫെക്ഷൻസ് ഉള്ള, മുഴുവനായിട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ ഒന്നുമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ അപര്യാപ്തത ഉള്ള പോലെ തന്നെ രേണുസുതിക്ക് ഉണ്ടാവും അല്ലേ, ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരാളിൽ കുറ്റം അധിക്ഷേപിക്കാൻ നിൽക്കുന്ന സമയത്ത് അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഫുള്ള് നെഗറ്റീവാക്കിയിട്ട് ആളെ അങ്ങനെയുള്ളൊരു ഇമേജ് ആക്കി തീർക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അത് ആരെക്കുറിച്ചാണെങ്കിലും, ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വേറൊരാൾ അങ്ങനെ പറയണമെങ്കിൽ അവസ്ഥ ആലോചിക്കും. നിങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള മോശം പരിപാടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, മനുഷ്യനല്ലേ പുള്ളേ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ സംഗതി ഇത്രയേ ഉള്ളൂ, അവരവരുടേതായ രീതിയിൽ കുടുംബം നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമുള്ള താല്പര്യമുള്ള മേഖലയിൽ അതിൽ ശോഭിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവർക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ. നമ്മളെന്തിനാണ് അവരുടെ പിന്നാലെ നടന്ന് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേ നോക്കുന്നത്. അപ്പോൾ അതായത് നെഗറ്റീവായ രീതിയിൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനിങ്ങനെ ചകഞ്ഞു പോയോണ്ടിരിക്കുന്നത്. അവരവരുടേതായ രീതിയിൽ എന്തോ ചെയ്തോട്ടെ, സന്തോഷം കണ്ടെത്തട്ടെ. പാവം എന്തൊക്കെ പറഞ്ഞാലും സിംഗിൾ പാരൻ്റ് അല്ലേ, കുട്ടികളെ നോക്കണ്ടേ, കാശ് വേണ്ടേ, ജീവിതത്തിൽ കാശ് വേണ്ടേ. പിന്നെ ഇന്നത്തെ കാലത്ത് വിസിബിലിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് ആവേണ്ടി വരും. അവരിപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ഷോർട്ട് ഫിലിംസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളോ ഒന്നും കിട്ടുന്നുണ്ടായിരിക്കും. അവരങ്ങനെ വലിയ രീതിയിൽ മോശം മറ്റുള്ളവരെ തകർക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.